ഹായ് ഓൾ. അപ്പം ഞാൻ ക്ലേ ഉണ്ടാക്കുന്ന ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് അതിന് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന്. എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ പേര് പറയുന്നുണ്ട് അവർക്കൊന്നും ഉണ്ടാക്കിയത് ശരിയാവുന്നില്ല എന്ന്. ഞാനെങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. മാത്രമല്ല എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അങ്ങനെ ഞാനിതാ മണ്ണെടുക്കാൻ പോവാണ്. ഇവിടെ വീടുണ്ടാക്കുന്നതുകൊണ്ട് JCB കുറേ കുഴി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല അടിയത്തെ മണ്ണ് തന്നെ കിട്ടി കേട്ടോ. മാക്സിമം നമ്മൾ ഏറ്റവും അടിയിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലേ കിട്ടും. അങ്ങനെ ഇതാ കയ്യിലും കാലിലുള്ള മണ്ണൊക്കെ അവിടെ തോട്ടിൽ തന്നെ കഴുകി കളയാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ അടുത്ത് തോടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നല്ല രസമാണ് കാണാനും തോട്ട് പോകാനും. അങ്ങനെ ഇതാ ആ ബക്കറ്റിൽ വെള്ളം ഞാൻ മൊത്തം നിറയ്ക്കുകയാണ് കേട്ടോ. ആ മണ്ണിലേക്ക് അത്യാവശ്യം തോനെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഞാൻ ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതാ ഇളക്കുന്ന വടിയൊക്കെ പൊട്ടി പോകുന്നതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോരം കഷ്ടപ്പാടുണ്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഇതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ. സ്കൂബി ഇവിടുന്ന് നോക്കിക്കാണ് ഞാൻ എന്താണ് ഈ കാട്ടുന്നതെന്ന്. ഓനൊന്നും മനസ്സിലായില്ല, മൈൻഡ് ചെയ്യണമില്ല കേട്ടോ എന്നെ. അങ്ങനെ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കഷ്ടപ്പെട്ടാലേ ഇതിങ്ങനെ നന്നായിട്ട് ഇളകി കിട്ടുള്ളൂ കേട്ടോ. എത്ര ഇളക്കിയാലും അതിൻ്റെ അടിയിലേക്ക് നല്ല കട്ടിയുള്ള മണ്ണ് ഇനിയുണ്ട്. അതൊക്കെ ഞാൻ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി ഇങ്ങനെ ചളിവെള്ളം പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം തോനെ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കണേ. ഇനി നമുക്ക് വേണ്ടതൊരു ബക്കറ്റോ പിന്നെ അരിക്കാൻ വേണ്ടി ഒരു ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അങ്ങനെ ഒരു ഷോൾ എടുത്തിട്ട് ഞാൻ ഇനി ഇത് അരിച്ചിയിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഷോളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇങ്ങനെ അരിച്ച് അതിൻ്റെ അടിയിലേക്ക് പോകാൻ പെട്ടെന്ന് ഷോളിലൊക്കെ കയ്യേ. ഇനി തോർത്തുമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും മതി. അങ്ങനെ ഇതാ ഞാനൊരു ഷോൾ എടുത്തിട്ടുണ്ട്. മാക്സിമം വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ അടി വരുന്ന വഴി അറിയില്ല കേട്ടോ. ചീത്ത കേൾക്കാൻ നല്ല ചാൻസ് ഉള്ള പരിപാടിയാണല്ലോ. നല്ല വെയിലത്ത് ചെയ്യേണ്ട പരിപാടി ഞാൻ എന്താ നല്ല പെരും മഴയത്താണ് ചെയ്യുന്നത്. ഞാനൊരു 3-4 തവണ ഇത് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണ എല്ലാം അരിക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പടി നനഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇതാ ലാസ്റ്റ് അരിക്കലാണ് കേട്ടോ ഞാൻ അരിക്കുന്നത്. ഇനി ഇത് ഞാനൊരു 2-3 മണിക്കൂർ എനിക്കിതിങ്ങനെ അടിയിലേക്ക് ക്ലേ ഊരി വരാനുള്ള സമയം എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ഊരി വരിക എന്നാണ് പറയുക. നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. കമൻറ്റ് ഇട്ടീനും ആരോ ഊരി വരിക എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ ക്ലേ ഇങ്ങനെ ബക്കറ്റിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ കുറേ മുക്കി കളഞ്ഞു. എന്നിട്ട് ഇനി മുക്കി കളയാൻ കിട്ടാത്തത് ഞാൻ ഇതുപോലെ ഒരു സ്പോഞ്ചാണ് വേണ്ടത്. എൻ്റെ അടുത്ത് സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ കുറേ പഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ മുക്കി അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ മാക്സിമം ഞാൻ കളഞ്ഞിട്ടുണ്ട്. മൊത്തം നമുക്ക് എന്തായാലും കളയാൻ പറ്റില്ല. കുറച്ചൊക്കെ ആയാലും എന്തായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതാ അടിയിൽ കുറേ ക്ലേ ഒക്കെ ഇങ്ങനെ ഊരി വന്നിട്ടുണ്ട്. നല്ല ഐസ്ക്രീം പോലെ ഉണ്ട് കേട്ടോ കാണാൻ. നല്ല സുഖമുണ്ട് അതിങ്ങനെ എടുത്തിട്ട് കളിക്കാൻ. അങ്ങനെ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു കിഴി പോലെ കെട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ താഴോട്ട് ഉറ്റിപ്പോകാൻ വേണ്ടിയിട്ട് വേറൊരു മുണ്ടെടുക്കുക. അതിന് ഞാൻ ഷോളായിരുന്നു എടുത്ത്. പക്ഷേ അതിന് കുറച്ചുകൂടെ കട്ടിയുള്ള തുണിയാട്ടോ വേണ്ടത്. പിന്നെ ഞാൻ പോയി അച്ഛൻ്റെ ഒരു ഷർട്ട് എടുത്ത്. അതിലും എനിക്ക് സെറ്റായില്ല കേട്ടോ. അത് അപ്പടി താഴോട്ട് വീണുപോയി. പിന്നെ എൻ്റെ മുഖത്തും തലയിലും കയ്യുമ്മലും എല്ലായിടത്തും ചളിയായിട്ടോ. അങ്ങനെ ആ ചളിയൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഷർട്ടിൽ ഒഴിച്ചിട്ട് അതെനിക്ക് അങ്ങനെ കൂട്ടി കെട്ടാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അമ്മേൻ്റെ പഴയ ഒരു മാക്സീൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്താണ് ഇങ്ങനെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് തൂക്കിയിട്ട് 24 മണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം കേട്ടോ ഞാനിത് കെട്ടയച്ച് നോക്കുന്നത്. അപ്പോൾ മാക്സിമം വാട്ടർ കണ്ടൻറ്റൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് പോയിട്ടുണ്ടാവും. ഇനി ഇതാ ഇതുപോലെ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക നമ്മളെ മിൽക്ക് ചോക്ലേറ്റൊക്കെ അല്ലേ അതുപോലെ ഉണ്ട് ഇത് കാണാൻ. അപ്പം ഞാൻ ഇനി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ അയ്യ തുണി തന്നെ ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ആക്കണം. മൊത്തം ആ തുണിയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഉണക്കാൻ വെക്കണം. വെയിലൊക്കെ ഉണ്ട് സുഖമായിട്ട് ഉണങ്ങി കിട്ടുന്ന സാധനമാണ് കേട്ടത്. പക്ഷെ ഞാൻ നല്ല മഴയത്തല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കിത് 3 ദിവസം എടുത്തിട്ട് ഉണങ്ങി കിട്ടാൻ. കുറേയൊക്കെ അതിൽ ആൾക്കാരോട് ചവിട്ടിപ്പോയി, അച്ഛനോടും അമ്മമ്മേനോടൊക്കെ. അങ്ങനെ കുറേ കോമഡിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 ദിവസത്തിന് ശേഷമാണ് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയത്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനിങ്ങനെ വലിയൊരു ഉരുട്ടിയാക്കി ഇങ്ങനെ ഉരുട്ടി എടുക്കുക കേട്ടോ. അതിലുള്ള എല്ലാം അതിലേക്ക് ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് വേഗം. എന്നിട്ട് അതുമ്പോൾ നല്ലോണം കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാനുള്ളൊരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ പറയാണ്ടിരിക്കുക നല്ലത്. അത്രയും കഷ്ടപ്പാടുണ്ട്. അതൊന്ന് കുഴച്ച് സെറ്റ്
സെറ്റാക്കി എടുക്കാൻ. വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അധികം നല്ലോണം കാണാനൊന്നും പറ്റില്ല. ഇതാ കുഴച്ച് ഈ ഒരു പരിവാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല രസമല്ലേ കാണാൻ. കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ തേച്ചാൽ ഈ ഒരു ലുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ കെട്ടി, 1 2 പ്ലാസ്റ്റിക് കവറിൽ വേണമെങ്കിൽ കെട്ടാം. ഞാൻ ഒന്നിലേ കെട്ടിയുള്ളൂ. എന്നിട്ട് ഈ എയർ കടക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണേ. ആ ക്ലേ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ പന്നിക്കുട്ടീനെ. ആ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കോ ഒക്കെ ചെയ്യുക. എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.